എന്ന വാക്കിന് കണ്ണൂർ ആറളം ഫാമിലെ മനുഷ്യരുടെ കഥ പറയാനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കാണുന്ന ആനയുടെയും പുലിയുടെയും രൂപങ്ങൾ ഇവർക്ക് സ്വപ്നങ്ങളല്ല. കുടിലിന്റെ മുറ്റത്ത് വരെ ആനയെത്തി. നേരം പുലരുമെന്ന വിശ്വാസത്തിൽ ഉറങ്ങാൻ കിടന്ന് അധികം വൈകാതെയുള്ള ഏതെങ്കിലും ഒരു ദിവസം ആനക്കലിയിൽ തന്നെ ജീവൻ പൊലിയുമെന്ന പേടിയുണ്ട്. പരാതി പറയാനിനിയില്ല. ആനയോ പുലിയോ ജീവൻ എടുക്കും വരെ മാത്രം ജീവിക്കാം. ആറളം ഫാമിലെ ആദിവാസികൾ പറയുന്നത് കേൾക്കാം. അർജുൻ കല്യാടിനൊപ്പം. ആറളം ഫാമിലെ 11-ാം ബ്ലോക്കിലാണ്. ബാബുവേട്ടൻ്റെ വീട്ടിനോട് ചേർന്ന് തീ കൂട്ടിയിരിക്കുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ ഇരുന്ന് നേരം പുലർത്തേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ള എല്ലാവരുടെയും സ്ഥിതി. ഇന്നലെ രാത്രി വരെ ഇവിടെ ആന വന്നു. ആനയെ ഓടിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കുന്നതിനിടെ പടക്കം കയ്യിൽ നിന്ന് പൊട്ടി ബാബുവേട്ടൻ്റെ കയ്യിൽ പരിക്ക് പറ്റി. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, വർഷങ്ങളായുള്ള പരാതികളാണ്. ജനപ്രതിനിധികളായിക്കോട്ടെ, അധികാരികളായിക്കോട്ടെ, വനം വകുപ്പിൻ്റെ ജീവനക്കാരായിക്കോട്ടെ, ഇവരോടെല്ലാം ഇവിടെയുള്ള ഓരോ മനുഷ്യരും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു പരിഹാരവും ഉണ്ടാവുന്നില്ല. ആറളം ഫാമിൻ്റെ മേഖലയിലെല്ലാം തന്നെ ഫെൻസിംഗ് ഉണ്ട്. പക്ഷേ ഇവർ താമസിക്കുന്ന ഈ മേഖലയിലേക്ക് ആനക്ക് കടന്നു വരുമ്പോൾ അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫെൻസിങ് ഇല്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ബാബുട്ട, കൈക്കിപ്പോൾ എന്തുണ്ട്? കൈക്കിപ്പോൾ ഭയങ്കര വേദനയാണ്. അതുപോലെ തന്നെ ഈ വിരലൊന്നും അനക്കത്തില്ല. ആനയെ കണ്ട ഒരു ബേജാറിൽ ചിലപ്പോൾ അതെ, പിന്നെ എനിക്ക് നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് അല്ലേ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ആന ഇവിടെ അടുത്ത് തുമ്പിക്കയും പിന്നെ ചുറ്റി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. അതല്ല ഞങ്ങൾ ഏത് സമയം ഇതുപോലെ പണിക്ക് പോകാനുള്ള ഞങ്ങളൊക്കെ. പക്ഷേ നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയായതുകൊണ്ട് പണിക്ക് പോകാനും പറ്റില്ല. ഇങ്ങനെ തീയും കുട്ടയും കൂട്ടിയിട്ട് ഒരേ ഇരുത്താം. ഇത് നിങ്ങളുടെ എല്ലാം ഇതേപോലെ തന്നെ അല്ലേ? ഉറങ്ങാൻ പറ്റാത്ത എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രി 3 മണി തൊട്ട് ഞങ്ങൾ നേരം പുലർച്ചെ വരെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഒരു പോള കണ്ണടച്ച് ഉറങ്ങിയിട്ടില്ല. അത് അനുഭവിക്കുന്ന നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. ഇത് ആന തന്നെയാണോ പ്രധാനപ്പെട്ട പ്രശ്നം? ആനയുണ്ട്, ഇതുപോലെ പന്നിയുടെ ശല്യമുണ്ട്, കടുവയുടെ, പുലിയുടെ, കുരങ്ങന്റെ, മറ്റെല്ലാ സാധനത്തിന്റെ ശല്യം ഉണ്ട് നമുക്ക്. മൊത്തത്തിൽ ജീവിതം തന്നെ, ആന മാത്രമല്ല ജീവിതം തന്നെ പ്രയാസമില്ല. ആ എല്ലാം കൊണ്ട് ജീവിതം തന്നെ നശിച്ചെന്ന് പറഞ്ഞാൽ മതി. 19 വർഷമായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം ആരും എടുത്തിട്ടില്ല. എന്തെങ്കിലും ഒരു വണ്ടീൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു സംവിധാനം പോലും ഇല്ല അല്ലേ? 7 മണി കഴിഞ്ഞാൽ വണ്ടി വിളിച്ചാൽ വരത്തില്ല. കാരണം അവർക്കും പേടി. കഴിഞ്ഞ പ്രാവശ്യം ഒരു വണ്ടിക്കാരനെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ 7 മണിക്ക് ഇവിടെ വന്നപ്പം വണ്ടിയുടെ മുമ്പിൽ ആന ആയതുകൊണ്ട് പുള്ളി തിരിച്ചു പോയെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതായത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പോലും വിളിച്ചാൽ വരാനില്ല, വിളിച്ചാൽ വരികയല്ല അവര്. കാരണം ആംബുലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആംബുലൻസ് പിന്നെ ആവശ്യപ്പെടുമ്പോൾ പ്രൊമോട്ടർമാർ നമ്മളെ പേടിപ്പിക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞു കൂടെ. ഈ നേരത്തെ രാത്രിയൊക്കെ സംഭവിക്കുന്ന സമയം നിങ്ങൾ നേരത്തെ പറയാൻ പറ്റും. നേരത്തെ എല്ലാം സംഭവിച്ചേ, രാത്രിയിലേ സംഭവിക്കുന്നത്. സത്യം പറഞ്ഞ് നിങ്ങളുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. രാത്രി ഈ ഇരുട്ടത്ത് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ആയിപ്പോവും. ഒരു ദിവസം സത്യം പറഞ്ഞാൽ കഴിഞ്ഞു കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കണ്ണടയ്ക്കുന്ന നേരം വെളുത്താൽ നമുക്ക് എല്ലാവരും കാണാം അല്ലേ? ഇതേപോലത്തെ അവസ്ഥയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ളവരും കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ പ്രതിസന്ധി. അത് തന്നെയാണ് അനാസ്ഥയായി ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുപേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.